ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളീയന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് തെങ്ങും തേങ്ങയും. എന്നാൽ പാരമ്പര്യ തൊഴിലാളികൾ പിൻവാങ്ങിയതും ചെറുപ്പക്കാർ തെങ്ങുകയറ്റമെന്ന തൊഴിലിനെ അവഗണിച്ചതും മലയാളി കുടുംബങ്ങളെ ബാധിച്ചു. തെങ്ങിൻ മുകളിലുള്ള തേങ്ങയെ നോക്കി നിൽക്കുക മാത്രം ചെയ്യാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തെങ്ങിൽ കയറാൻ പരിശീലിക്കുകയാണ് ഇപ്പോൾ ചെറുപ്പക്കാർ. ഏതൊരാൾക്കും വേണമെങ്കിൽ തെങ്ങിൽ കയറി തേങ്ങയിടാനുള്ള പരിശീലനം നൽകുകയാണ് കൊയിലാണ്ടി പെരുവട്ടൂരിലെ ഉജ്ജയിനിയിൽ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങി സഹകരണ മേഖലയെ UDF സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. കേരളത്തിൽ CNP അണികൾ MBR-ന്റെയും CP ജോണിന്റെയും നേതൃത്വം മാത്രമാണ് അംഗീകരിക്കുന്നതെന്ന് ജില്ലാ നേതൃത്വം. ഇടിയങ്ങരക്കുളം മോടി പിടിപ്പിക്കാൻ 20 ലക്ഷം രൂപ ധനസഹായവുമായി മന്ത്രി MK മുനീർ. മാർക്കറ്റ് റോഡ് വികസനത്തിന് 51 ലക്ഷവും വകയിരുത്തിയതായും മന്ത്രി. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങി സഹകരണ മേഖലയെ UDF സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. വടകര ചോറോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതിലും നിയമവിരുദ്ധമായി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ച് സഹകാരികളും ജീവനക്കാരും കോഴിക്കോട് സഹകരണ രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകര ചോറോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതിലും ജീവനക്കാരെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ചാണ് സഹകാരികളും സഹകരണ ജീവനക്കാരും കോഴിക്കോട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രൈമറി സൊസൈറ്റീസ് അസോസിയേഷൻ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങി സഹകരണ മേഖലയെ UDF സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണാധികാരികൾ നിയമവിരുദ്ധമായാണ് സഹകരണ ബാങ്കിനെ കൈകാര്യം ചെയ്യുന്നത്. അത് നിയമപരമായി തന്നെ ചെറുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരമൊരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയ താൽപര്യം വെച്ച് തകർക്കാൻ ശ്രമിച്ചാൽ അതുണ്ടാക്കാനിടയുള്ള ദുരന്തം വളരെ വലുതാണ്. അത്തരം അപകടകരമായ നടപടികളിലേക്കാണ് സഹകരണ മേഖലയെ കേരളത്തിലെ UDF സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. അവർ നിയമം പാലിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടത്തുന്നതിന് ആരെങ്കിലും നിർദ്ദേശിച്ചാൽ അതവർ അനുസരിക്കേണ്ടതില്ല. ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഭരണാധികാരികൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഭരണാധികാരികൾ നിയമവിരുദ്ധമായി ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, IV ശശാങ്കൻ, M ഭാസ്കരൻ, PT ആസാദ്, VP കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് P സതീദേവി, M ബാലകൃഷ്ണൻ, M ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ഇടിയങ്ങരക്കുളം മോടി പിടിപ്പിക്കുന്നതിനും വൈദ്യുത വിളക്ക് സ്ഥാപിക്കുന്നതിനും 20 ലക്ഷവും മാർക്കറ്റ് റോഡ് വികസനത്തിന് 51 ലക്ഷവും വകയിരുത്തിയതായി പഞ്ചായത്ത് സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. കോഴിക്കോട് ഇടിയങ്ങര റോഡ്, നടുക്കണ്ടി മുഹമ്മദ് കോയ റോഡ്, ഹൽവ ബസാർ റോഡുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഇടിയങ്ങരയിലെ കുളം മോടി പിടിപ്പിക്കുന്നതിനും വൈദ്യുത വിളക്ക് സ്ഥാപിക്കുന്നതിനും 20 ലക്ഷം രൂപയും ഇടിയങ്ങര മാർക്കറ്റ് റോഡിന്റെ വികസനത്തിന് 51 ലക്ഷം രൂപയും വകയിരുത്തിയതായി പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ. കോഴിക്കോട് ഇടിയങ്ങര റോഡ്, നടുക്കണ്ടി മുഹമ്മദ് കോയ റോഡ്, ഹൽവ ബസാർ റോഡുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 മാസം കൊണ്ട് റോഡ് പണി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന കാലാവധി 6 മാസമാണ്. NC ഗഫൂർ ആണ് ഇതിൻ്റെ കരാറുകാരൻ. അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് നമുക്ക് 4 മാസം കൊണ്ട് ഇത് പൂർത്തീകരിച്ച് ഇത് ഗതാഗത യോഗ്യമാക്കണം എന്നാണ്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള പരമാവധി പരിശ്രമം നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ പ്രൊഫസർ A.K. പ്രേമജം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് M.T. പത്മ, കൌൺസിലർമാരായ K.P. അബ്ദുള്ളക്കോയ, P. കിഷൻ ചന്ദ്, ബ്രസീലിയ ഷംസുദ്ദീൻ, KURDFC ചെയർമാൻ K. മൊയ്തീൻ കോയ, CDA ചെയർമാൻ NC അബൂബക്കർ, മുൻ MLA CP കുഞ്ഞു, റോഡ് ആൻഡ് ബ്രിഡ്ജസ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KV ആസഫ്, റോഡ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ഹബീബ് റഹ്മാൻ, റോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമാൽ മുഹമ്മദ്, SK അബൂബക്കർ, SK കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ CMP അണികൾ MV രാഘവന്റെയും CP ജോണിന്റെയും നേതൃത്വം മാത്രമാണ് അംഗീകരിക്കുന്നതെന്ന് ജില്ലാ നേതൃത്വം. പാർട്ടി ഇപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഒക്ടോബർ 15 ജില്ലാ സമ്മേളന കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അവർ. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MV രാഘവന്റെ അസുഖം മുതലെടുത്തുകൊണ്ടാണ് 8ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത സെക്രട്ടറിമാർ പാർട്ടിയെ ഇടതുമുന്നണിയിലേക്ക് നയിച്ചത്. CA അജീറിനെയും CP ജോണിനെയും പുറത്താക്കിയതായി പ്രസ്താവനകൾ ഇറക്കിയെങ്കിലും പാർട്ടി ഒന്നടങ്കം MV രാഘവന്റെയും CP ജോണിന്റെയും നേതൃത്വമാണ് അംഗീകരിക്കുന്നതെന്ന് സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ G. നാരായണൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. പാർട്ടി രൂപീകൃതമായതു മുതൽ CMP നേതാക്കളെയും അംഗങ്ങളെയും ആക്രമിക്കാനും വകവരുത്താനുമാണ് CPM ശ്രമിച്ചത്. CMP ഇപ്പോഴും പഴയപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെന്നും ജില്ലാ നേതാക്കൾ വ്യക്തമാക്കി. നവംബർ 29, 30 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CMPയുടെ 9ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. കോഴിക്കോട് ജില്ലാ സമ്മേളനം ഒക്ടോബർ 15 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി CP ജോൺ, മുതിർന്ന നേതാക്കളായ CA അജീർ, കൃഷ്ണൻ കോട്ടുമല, PRN നമ്പീശൻ, CN വിജയകൃഷ്ണൻ, അസീം ജബ്സി എന്നിവരും UDF ജില്ലാ കൺവീനർ, IUML നേതാക്കൾ തുടങ്ങിയവരും ജില്ലാ സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. കൊയിലാണ്ടിയിൽ നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സൗജന്യ തെങ്ങുകയറ്റ പരിശീലനത്തിൽ ശ്രദ്ധേയമായി യുവാക്കളും. പെരുവട്ടൂരിലെ ഉജ്ജയിനിയിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ 48 ബാച്ചുകളിൽ നിന്നും 1000ഓളം പേർ പരിശീലനം നേടിക്കഴിഞ്ഞു. കൊയിലാണ്ടി നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സൗജന്യ തെങ്ങുകയറ്റ പരിശീലന പരിപാടിയിലാണ് യുവാക്കളുടെ കടന്നുവരവ് ശ്രദ്ധേയമാകുന്നത്. പെരുവട്ടൂരിലെ ഉജ്ജയിനിയിൽ നടക്കുന്ന തെങ്ങുകയറ്റ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടിയിലാണ് മുതിർന്നവരോടൊപ്പം ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളും എത്തിയിരിക്കുന്നത്. ഇടപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക്കൽ ഇക്കണോമിക്സ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് കോഴിക്കോട് ജില്ലയിൽ തെങ്ങുകയറ്റ പരിശീലനം നൽകുന്നത്. 2012 ഒക്ടോബറിലാണ് പെരുവട്ടൂരിൽ പരിശീലന ക്ലാസ് ആരംഭിച്ചത്. തുടർന്ന് 48 ബാച്ചുകളിൽ നിന്നും 1000ഓളം പേർ പരിശീലനം നേടിക്കഴിഞ്ഞു. 18 മുതൽ 40 വരെ പ്രായമുള്ളവരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ യുവതികൾക്കായും ഒരു ബാച്ച് പ്രവർത്തിക്കുന്നുണ്ട്. തിങ്കൾ മുതൽ ശനി വരെയാണ് പരിശീലനം. രാവിലെ 6 മണിക്ക് യോഗ പരിശീലനത്തിലൂടെയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് 8:30 മുതൽ 10:30 വരെയാണ് തെങ്ങുകയറ്റ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം. പരിശീലനത്തിന് ആദ്യം 10 അടി വരെയാണ് കയറ്റുക. തുടർന്ന് 11 മണി മുതൽ 12 വരെയും 3 മണി മുതൽ 5 മണി വരെയും തിയറി ക്ലാസുകളാണ് നടക്കുന്നത്. പരിശീലന കോഴ്സ് കഴിഞ്ഞാലുടൻ നാളികേര വികസന ബോർഡിന്റെ സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. പരിശീലനത്തിനായി പങ്കെടുക്കുന്നവർക്ക് സൗജന്യ താമസവും ഭക്ഷണവും നൽകുന്നു. 3000 രൂപ വിലയുള്ള റെഡ്കോയുടെ തെങ്ങുകയറ്റ യന്ത്രവും സൗജന്യമായി നൽകി വരുന്നു. കൂടാതെ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നുണ്ട്. വിദ്യാർത്ഥികളും പരിശീലനത്തിനായി എത്തുന്നുണ്ടെന്ന് സംഘാടകർ പറയുന്നു. പരിശീലകർക്ക് തെങ്ങുകയറ്റ പരിശീലനത്തിന്റെ ഭാഗമായി നീര ചെത്താനുള്ള പരിശീലനവും നൽകി വരുന്നുണ്ട്. പരിശീലനത്തിന് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് 9447884104 എന്ന നമ്പറുമായി ബന്ധപ്പെടണം. കാഴ്ചവൈകല്യമുള്ളവർക്കും മറ്റ് വികലാംഗർക്കുമായി വികലാംഗ ക്ഷേമ വകുപ്പ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണമെന്ന് അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റും ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൈറ്റ് കെയിൻ ദിനാചരണ പരിപാടികൾ ഒക്ടോബർ 15 ശിക്ഷക് സദനിൽ നടക്കും. ഇവരുടെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാനായി സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സേവനവുമുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനവുമുണ്ട്.
എന്നാൽ 7% കേരളത്തിൽ 7% വരുന്ന ഈ വികലാംഗരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സേവനം തീർത്തും അപര്യാപ്തമാണ് എന്ന് ആമുഖമായി പറയുകയാണ്. കേരള ജനസംഖ്യയുടെ 7% വരുന്ന വികലാംഗരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാനും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സേവനം അപര്യാപ്തമാണെന്ന് അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി പറഞ്ഞു. വികലാംഗരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ച് പരാതികൾ നേരിട്ട് സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാഴ്ച വൈകല്യമുള്ളവർക്കും മറ്റ് വികലാംഗർക്കുമായി ഒരു വികലാംഗ ക്ഷേമ വകുപ്പ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിന്റെ 5% തുക വികലാംഗ ക്ഷേമത്തിനെ നീക്കിവെക്കാൻ സർക്കാർ ഉത്തരവുണ്ടെങ്കിലും തുക വകമാറ്റി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. വൈറ്റ് കെയിൻ ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനം ഒക്ടോബർ 15-ന് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഗവർണർ CA മാത്യു AJ ഉദ്ഘാടനം ചെയ്യും. ലയൺസ് ചെയർമാൻ അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി അധ്യക്ഷത വഹിക്കും. ഡയറക്ടർ MP പ്രദീപ് കുമാർ വൈറ്റ് കെയിൻ വിതരണം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന വൈറ്റ് കെയിൻ റാലി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി AV ജോർജ് IPS ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും KFB ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. നടുവട്ടം പോങ്ങിലോട്ടുവയൽ മുണ്ടകൻ കനാൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശുചീകരിച്ചു. മാലിന്യം അടിഞ്ഞുകൂടി ഒഴുക്ക് നിലച്ചപ്പോഴാണ് റെസിഡൻസ് നേതൃത്വത്തിൽ നാട്ടുകാർ കനാൽ ശുചീകരിച്ചത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകിയ നടുവട്ടം പൊങ്ങിലോട്ടുവയലിലെ മുണ്ടകൻ കനാലാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശുചീകരിച്ചത്. മഴ നീങ്ങിയതോടെ വെള്ളം കുറഞ്ഞ കനാലിൽ ചപ്പുചവറുകളും പായലും അടിഞ്ഞുകൂടിയതു കാരണം 3 ദിവസമായി ഒഴുക്ക് നിലച്ചിരിക്കുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ, നടുവട്ടം ദർശന റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. കനാൽ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ നാട്ടുകാർ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മളിവിടെ 3 ദിവസമായിട്ട് വെള്ളം പൊങ്ങിയിട്ട് മൊത്തം ബ്ലോക്കായിട്ട് വീട്ടിൽ കുറെ വീട്ടുകാരും പോയിരുമ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതായിട്ട് ഇറങ്ങിക്കാണ്. നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇതായപ്പോൾ കുറച്ച് ആൾക്കാരോട് ചിലർ ചായക്ക് പൈസ വാങ്ങിയിട്ടാണ് ഇത് ഇങ്ങനെ രൂപത്തിലാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. കാരണം എല്ലാവരും ഇതിന്റെ ആൾക്കാരും വന്നിട്ടുണ്ട്, ഒന്നും നടന്നില്ല. നാളെ വെള്ളം തരാമെന്ന് പറയുന്നുണ്ട്, കളക്ടറെ വിളിക്കാന്ന് പറയുന്നുണ്ട്. ഒരു പരിപാടി നമ്മൾ കണ്ടില്ല. കോർപ്പറേഷന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായില്ല. കനത്ത മഴയിൽ കനാൽ കരകവിഞ്ഞൊഴുകിയതിനാൽ കനാലിന്റെ പരിസര പ്രദേശങ്ങളും നിരവധി വീടുകളും വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അനിശ്ചിതാവസ്ഥയുടെയും നിസ്സംഗതയുടെയും നിറങ്ങൾ ക്യാൻവാസിൽ തീർത്ത് ഹരീന്ദ്രൻ ചാലാടിന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാവുന്നു. അൺഎൻഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് പേരിട്ട ചിത്രപ്രദർശനത്തിൽ 35ഓളം ചിത്രങ്ങളാണുള്ളത്. പ്രദർശനം 17-ന് സമാപിക്കും. അസുന്ദര കാഴ്ചകളുടെ ആവിഷ്കാരങ്ങളുമായി ഹരീന്ദ്രൻ ചാലാടിന്റെ ചിത്രപ്രദർശനം ലളിതകലാ ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ദി അൺഎൻഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് പേരിട്ട പ്രദർശനം വർത്തമാന ദുരിത ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലാണ്. നഗരം ഇത്രമേൽ ഭയാനകമാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അത്ഭുതമായിരിക്കില്ല. ജീവിതം ആസുരമായ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇരകളുടെ തലകൾ മാത്രമാണ് ബിംബാത്മകമായി വരകളിൽ വിരിയുന്നത്. നാഗരിക ജീവിതത്തിന്റെ അസ്വസ്ഥമായ കാഴ്ചകൾക്ക് വർണ്ണങ്ങൾ ചാലിക്കുമ്പോൾ വേട്ടയുടെ ലോകമാകെ തെളിമയോടെ പ്രതിഫലിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളിലും. നഗരജീവിതത്തിന്റെ സമസ്ത മേഖലകളും ക്യാൻവാസിനുള്ളിൽ നിന്ന് ഉറവ പൊട്ടുന്നുണ്ട്.
ഹരീന്ദ്രൻ 17 വയസ്സായപ്പോൾ തന്നെ ലോകത്തിലെ പ്രധാന ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുമായി ആത്മബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ട് മനുഷ്യജീവിതത്തിന്റെ നിസ്സഹായാവസ്ഥയുടെ ഭിന്നഭാവങ്ങളായിരിക്കണം തന്റെ വരകളുടെ വഴിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. മനുഷ്യരുടെ ആ ഒരു നാഗരിക ജീവിതത്തിന്റെ ആകുലതകളും വിഷമതകളും ഒക്കെയാണ് ഞാൻ ഈ കോറിയിട്ടിരിക്കുന്നത്. കൂടുതലും അബ്സ്ട്രാക്റ്റ് രീതിയിലാണ് എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. വരച്ച ചിത്രങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുകയല്ല, ആവിഷ്കാരത്തിലൂടെ സ്വന്തം നിലപാട് ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. വരകൾ കൊണ്ട് മനുഷ്യാവസ്ഥയുടെ നിസ്സഹായത ഇത്രമാത്രം അസ്വസ്ഥമായി ചിത്രീകരിക്കാൻ കഴിയുമോ എന്ന് ഈ ചിത്രങ്ങൾ കണ്ടിറങ്ങുന്നവർ ചിന്തിച്ചാൽ അത്ഭുതമില്ല. വ്യക്തികൾ മനുഷ്യരായി മാറിയാൽ മാത്രമേ സമൂഹത്തിന് ഉപകാരപ്രദമാവുകയുള്ളൂ എന്ന് സാഹിത്യകാരി KP സുധീര പറഞ്ഞു. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ സാന്ത്വന പരിചരണ പ്രവർത്തകർ കൊയിലാണ്ടിയിൽ സംഘടിപ്പിച്ച സ്നേഹക്കൂട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഇനിഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയറും നെസ്റ്റ് കൊയിലാണ്ടിയും സ്നേഹക്കൂട്ടം സംഘടിപ്പിച്ചു. സാഹിത്യകാരി KP സുധീര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആര് ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരിലാണ് അഭയം തേടേണ്ടത് എന്നുള്ള ഒരു ആദ്യം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഫൈസ് എന്ന ഉറുദു കവി പാടിയിട്ടുണ്ട്, ഇസ് ബുദ്കദേ മേ മാനി കാ കിസേ കരെ സവാൽ, ആദം നെഹി ഹേ സൂർത്തെ ആദം ബഹോത്തെ യഹാം. ഈ ലോകത്ത് സത്യസൗന്ദര്യങ്ങളെ കുറിച്ച് ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? ഇവിടെ മനുഷ്യരില്ലല്ലോ മനുഷ്യക്കോലങ്ങളല്ലാതെ എന്ന്. അപ്പൊ അതിനുള്ള ഒരു മറുപടിയായിട്ട് ഒരുപാട് മനുഷ്യന്മാർ എൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാണ്. കാരണം നമ്മൾ വ്യക്തികൾ എത്രയെങ്കിലും ഈ ലോകത്തുണ്ട്. വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിന്റെ മൂലയിലിരുന്ന് കർമ്മം ചെയ്യുന്ന ഹതാശനായ ദുഃഖിതനായ ഒരാളാണ് വ്യക്തി എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ സാർവജനീനമായ പ്രതിഭാസമാണ്. TM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K സുരേഷ് കുമാർ, TK മുഹമ്മദ് യൂനസ്, A അസീസ്, K മധുസൂദനൻ, R പ്രമോദ്, ശ്രീധരൻ പെരുവണ്ണാമുഴി എന്നിവർ പ്രസംഗിച്ചു. അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ഹൈക്കോടതി ഉത്തരവനുസരിച്ചുള്ള സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കണമെന്ന് കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് P ശ്രീരാമകൃഷ്ണൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അൺഎയ്ഡഡ് സ്കൂളുകളിലെ തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കണമെന്ന് അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 2012 സെപ്റ്റംബർ 14 ഹൈക്കോടതി വിധി പ്രകാരമുള്ള ഇടക്കാല ശമ്പള വർധന ഭൂരിഭാഗം സ്കൂളുകളിലും നടപ്പിലാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോകുവാൻ സമ്മേളനം തീരുമാനിച്ചു. വടകരയിൽ P ശ്രീരാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 19-ാം തീയതി കൊല്ലത്ത് വെച്ച് ചേരുകയാണ്. ആ സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് കേരളത്തിലെ 10 ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രസിഡന്റ് വേണു കക്കട്ടിൽ അധ്യക്ഷം വഹിച്ചു. TP രാമകൃഷ്ണൻ, P സതീദേവി, VP കുഞ്ഞികൃഷ്ണൻ, T ദാസൻ, AK ബാലൻ, സെക്രട്ടറി MK പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി E മോഹൻദാസ് പ്രസിഡന്റ്, MK പ്രദീപ് സെക്രട്ടറി, VP ബൈജു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. MIT മൂസ കല്യാണ വീരനായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. ഫൈസൽ കോരങ്ങാടിന്റെ സംവിധാനത്തിൽ അബ്ബാസ് മേടോത്ത് നിർമ്മിക്കുന്ന കല്യാണവീരൻ എന്ന ഹോം സിനിമയിലൂടെയാണ് പുതിയ മുഖവുമായി വിനോദ് കോവൂർ ആസ്വാദകർക്ക് മുന്നിലെത്തുന്നത്. മലയാളികളുടെ പ്രിയ താരം MIT മൂസ ഇനി കല്യാണവീരനായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. കോമഡി കഥാപാത്രമായി മലയാളികൾ സ്വീകരിച്ച വിനോദ് കോവൂരാണ് വ്യത്യസ്ത കഥാപാത്രവുമായി പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എത്തുന്നത്. ഫൈസൽ കോരങ്ങാടിന്റെ സംവിധാനത്തിൽ അബ്ബാസ് മേടോത്ത് നിർമ്മിക്കുന്ന കല്യാണവീരൻ എന്ന ഹോം സിനിമയിലൂടെയാണ് കോവൂരിന് വ്യത്യസ്ത മുഖം നൽകുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും കള്ളക്കഥകൾ പറഞ്ഞ് വിവാഹം കഴിക്കുന്നതും പിന്നീട് അത് പൊല്ലാപ്പായി മാറുന്നതുമാണ് കഥ. സാധാരണ കുടുംബത്തിലെ അംഗമാണ് മൂസ. ഉമ്മയും പിന്നെ നേരായ വഴിക്ക് കല്യാണം ചെയ്ത ഭാര്യയും മക്കളുമുണ്ട്. ജോലി ആവശ്യത്തിന് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ ചെന്ന് കല്യാണം കഴിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി. പെൺവീട്ടുകാർക്ക് വിശ്വാസം വരാനായി വാടകയ്ക്കെടുത്ത ഉമ്മയും ബാപ്പയുമുണ്ട്. പിന്നീട് സ്വന്തം നാട്ടിൽ നിന്നും ഒരു പ്രമാണിയുടെ മകളെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. കല്യാണവീരനെ കുറിച്ച് അറിയാവുന്ന പ്രമാണി ഇവന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്നതും പിന്നീട് പോലീസിന്റെ പിടിയിലാവുന്നതുമാണ് കഥ. തമാശയിൽ മാത്രം ഒതുങ്ങാതെ നല്ലൊരു സന്ദേശം കൂടി സമൂഹത്തിന് നൽകുന്നതാണ് ചിത്രം. MIT മൂസയുടെ പുതിയ മുഖം പ്രേക്ഷകർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണെന്ന് വിനോദ് കോവൂർ പറഞ്ഞു. ഏതൊരു കള്ളത്തിനും അധികകാലം നീണ്ടുപോകില്ല എന്നുള്ളത് പറഞ്ഞ പോലെ 5ാമത്തെ പെണ്ണ് കിട്ടുന്ന സമയത്തേക്കും ഇയാൾ പിടിക്കപ്പെടുകയാണ്. ഈ പിടിക്കപ്പെടുമ്പം അത് വല്ലാത്തൊരു വലയിലാണ് ഇയാൾ വീഴുന്നത്. ആ വലയിൽ ഇയാളുടെ പഴയ ഭാര്യമാരെല്ലാവരും എത്തിപ്പെടുന്ന ഒരു അവസ്ഥ
ഇനി ഇങ്ങനൊരു കാര്യം നമ്മുടെ നാട്ടിലുണ്ടാവരുത്. നല്ലൊരു സന്ദേശം ഈ സിനിമ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒപ്പം ചിരിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്. കോവൂരിനോടൊപ്പം കോഴിക്കോട് നാരായണൻ, നിർമ്മൽ പാലാഴി, വിജയൻ കാരന്തൂർ, ജയരാജ്, മീന ഗണേഷ്, കോഴിക്കോട് ശാരദ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് പ്രമോദ് പി.കെ. കുറുപ്പാണ്. ജാനേഷ് കാര്യപ്പാറയാണ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. ഡൊമിനിക് മാർട്ടിന്റേതാണ് സംഗീതം. മില്ലേനിയം വീഡിയോസാണ് ചിത്രം വിതരണം ചെയ്യുന്നത്. ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിലെ ഗ്രാമോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കരുവൻതുരുത്തി വെസ്റ്റ് നെല്ലൂർ LP സ്കൂളിൽ നടന്ന പരിപാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ. സുധർമ്മ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് ഗ്രാമോത്സവം കരുവൻതുരുത്തി വെസ്റ്റ് നെല്ലൂർ LP സ്കൂളിൽ വെച്ച് നടന്നു. ഗ്രാമോത്സവത്തിൽ കലാമത്സരവും കായിക മത്സരവും നടന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ. സുധർമ്മ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി. ചന്ദ്രമതി അധ്യക്ഷയായിരുന്നു. പി. പ്രദീപ്, 3-ാം വാർഡ് മെമ്പർ കെ. പുഷ്പ, 2-ാം വാർഡ് മെമ്പർ രാധ, NC സുകുമാരൻ, സി. പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. CMP ഫറോക്ക് ഏരിയ സമ്മേളനം ഫറോക്ക് കെ. ദിലീപ് നഗറിൽ സംഘടിപ്പിച്ചു. CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണൻ കോട്ടുമല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CMP ഫറോക്ക് ഏരിയ സമ്മേളനം ഫറോക്ക് കെ. ദിലീപ് നഗറിൽ വെച്ച് നടന്നു. CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണൻ കോട്ടുമല ഉദ്ഘാടനം ചെയ്തു. CMP കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CN വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ. സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മണക്കടവ്, കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP സോഫിയ, CMP സംസ്ഥാന കമ്മിറ്റി അംഗം ചീരമറ്റം തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളന നഗരിയിൽ വെച്ച് കേരള മഹിളാ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP സോഫിയയുടെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. P. ബൈജു ഏരിയ സെക്രട്ടറിയായും NK അബ്ദുൽ ഹമീദ്, CP മുരളീധരൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കൂടാതെ 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. G. നാരായണൻകുട്ടി മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു. നടുവട്ടം സുഭാഷ് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രരചന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മുരളി ബേപ്പൂർ നേതൃത്വം നൽകിയ പരിപാടിയിൽ ചിത്രകാരൻ രാജൻ കടലുണ്ടി ക്ലാസുകളെടുത്തു. നടുവട്ടം സുഭാഷ് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രരചന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പ്രസിദ്ധ ചിത്രകാരനും ശില്പിയുമായ രാജൻ കടലുണ്ടി ക്ലാസ് എടുത്തു. സിനിമാ കലാസംവിധായകൻ മുരളി ബേപ്പൂർ നേതൃത്വം നൽകി. സുഭാഷ് കലാവേദി സെപ്റ്റംബറിൽ നടത്തിയ അഖില കേരള ബാലചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തവർക്കും വിജയികളായവർക്കും വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മാനദാന ചടങ്ങ് ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ. രാജീവ് ഉദ്ഘാടനം ചെയ്തു. KP ശിവശങ്കരൻ നായർ അധ്യക്ഷം വഹിച്ചു. PV ശിവദാസൻ, VK ജയദേവൻ, മുരളി ബേപ്പൂർ, രാജൻ കടലുണ്ടി എന്നിവർ സംസാരിച്ചു. KDF ജില്ലാ നേതൃ ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലെത്തിയാൽ എയ്ഡഡ് മേഖലയിൽ സംവരണം നടപ്പാക്കാൻ തയ്യാറാണോ എന്ന നിലപാട് CPM വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അധികാരത്തിലെത്തിയാൽ സ്വകാര്യ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നടപ്പാക്കാൻ തയ്യാറാണോ എന്ന നിലപാട് CPM വ്യക്തമാക്കണമെന്ന് കേരള ദലിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ ആവശ്യപ്പെട്ടു. KDF ജില്ലാ നേതൃക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ഈ സംവരണത്തിന് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന് ദലിതരെ കബളിപ്പിക്കാമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. വിദ്യാഭ്യാസ കച്ചവടം കൊടികുത്തി വാഴുന്ന കേരളത്തിൽ ബാറുകൾ പൂട്ടിയാൽ തൽസ്ഥാനത്ത് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന കാര്യം ചില ബാറുടമകൾ ചർച്ച നടത്തി വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. TP ഭാസ്കരൻ, KPC കുട്ടി, KV സുബ്രഹ്മണ്യൻ, A ഹരിദാസൻ, NP ചിന്നൻ, PM സുകുമാരൻ, തങ്കമ്മ കുമാരൻ, ദേവദാസ് കുതിരാടം, PP കമല, പ്രസാദ് ചേവരമ്പലം, M രമേശ് ബാബു, CK രാമൻകുട്ടി, AT ദാസൻ, നിഷ സുരേഷ്, CK കുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. കൈതവളപ്പ് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കൈതവളപ്പ് റോഡ് ശുചീകരിച്ചത്. റെസിഡൻസ് പ്രസിഡന്റ് KV റഫീഖ്, സെക്രട്ടറി M സുധീഷ്, T സുരേന്ദ്രൻ, ഹാരിസ്, P അനിത, C രാജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. റോഡിനിരുവശത്തുമുള്ള കാടുകൾ വെട്ടി നശിപ്പിക്കുകയും റോഡിലുള്ള കുഴികൾ അടയ്ക്കുകയും തോടുകൾ വൃത്തിയാക്കുകയും ചെയ്തു. ഓൾഡ് മിലിറ്ററി റോഡ് മുതൽ കൈതവളപ്പ് വരെയായിരുന്നു ശുചീകരിച്ചത്. സോളിഡ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാത്തോട്ടം സോളിഡ് റെസിഡൻസ് അസോസിയേഷന്റെയും ക്രാഡിൽ കാലിക്കറ്റ് ആശുപത്രിയും സംയുക്തമായാണ് സ്ത്രീകളുടെ ആരോഗ്യവും സുരക്ഷയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്ത്രീ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും അസുഖങ്ങൾക്കും സംശയങ്ങൾക്കും വിദഗ്ധർ മറുപടി നൽകി. സ്ത്രീ രോഗങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മീന, പെൺകുട്ടികളിൽ കാണുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ, വഴിതെറ്റുന്ന സാഹചര്യങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നീ വിഷയത്തിൽ ദിവ്യ T നമ്പ്യാർ, വിവാഹാനന്തര ജീവിതം എന്ന വിഷയത്തിൽ ഹരികുമാർ എന്നിവർ ക്ലാസുകൾ എടുത്തു. PP അബൂബക്കർ കോയ, KP കോയമാൻ, വിനീഷ് എന്നിവർ നേതൃത്വം നൽകി. അരക്കിണർ തവളക്കുളം തായാർനിലം കേന്ദ്രീകരിച്ച് തണൽ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. തവളക്കുളം ട്രാൻസ്ഫോമറിന് സമീപം നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ തോട്ടുങ്ങൽ രജനി ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോ നമ്മളെ വിദ്യാർത്ഥികളെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. രാവിലെ മാള് കയറി ഇരുന്നാൽ ഹോട്ടലിലോ അല്ലെങ്കിൽ കുൾബാറിലോ ഒക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ, കഫേയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ട് 51 ഡിവിഷൻ കൌൺസിലർ PV ഹൈദരലി അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൌൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീഷ് കുമാർ, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആശ്വാസമായി കേരള ഫാഷൻ ലീഗ് റൈസ് ബക്കറ്റ് ചാലഞ്ച് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 14 സെന്റ് ജോസഫ് ദേവഗിരി കോളേജിലും മലബാർ ക്രിസ്ത്യൻ കോളേജിലുമാണ് പരിപാടി. ഇതിലൂടെ സംഭരിക്കുന്ന 10 ലക്ഷം കിലോ അരി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി വിതരണം ചെയ്യും. ചെറുപ്പക്കാർക്കിടയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഷെയറിംഗ് മെന്റാലിറ്റിയും വളർത്തുക എന്നതാണ് KFL റൈസ് ബക്കറ്റ് ചാലഞ്ചിന്റെ ലക്ഷ്യമെന്ന് ബ്രാൻഡ് അംബാസഡർ രാഹുൽ ഈശ്വർ പറഞ്ഞു. വിൻവേ ഗ്രൂപ്പ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫ്ളാറ്റ് നിർമ്മാണ കമ്പനി ഫ്ളാറ്റിനായി പണം നിക്ഷേപിച്ചവരെ വഞ്ചിച്ചതായി പരാതി. പണം നൽകിയ 24 നിക്ഷേപകർ അറിയാതെ മറ്റ് 4 വ്യക്തികൾക്ക് ഫ്ളാറ്റ് മറിച്ചുവിറ്റത് തങ്ങളുടെ അറിവോടെയല്ലെന്ന് പണം നൽകിയ പ്രകാശ്, സന്തോഷ് M, ഷാഫി MC, ഗിരിജ, ബാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഇക്കാര്യം ഉന്നയിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങി സഹകരണ മേഖലയെ UDF സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. കേരളത്തിൽ CMP അണികൾ MBR-ന്റെയും CP ജോണിന്റെയും നേതൃത്വം മാത്രമാണ് അംഗീകരിക്കുന്നതെന്ന് ജില്ലാ നേതൃത്വം. ഇടിയങ്ങരക്കുളം മോടി പിടിപ്പിക്കാൻ 20 ലക്ഷം രൂപ ധനസഹായവുമായി മന്ത്രി MK മുനീർ. മാർക്കറ്റ് റോഡ് വികസനത്തിന് 51 ലക്ഷവും വകയിരുത്തിയതായും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.